ഓഗസ്റ്റ് 25. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ, എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. സങ്കീർത്തനങ്ങൾ 31:3. വിശുദ്ധ ലൂയിസ് 9 രാജാവ്, പുണ്യത്തിന്റെ വഴിയിലെ ഏക ഫ്രഞ്ച് രാജാവ്. ഒരിക്കൽ ഫ്രാൻസിലെ ഓയിസി എന്ന സ്ഥലത്ത് ബ്ലാഞ്ചിയ എന്ന അമ്മയുടെ ഓമനപുത്രനായിട്ടായിരുന്നു ലൂയി 9 ജനനം. മകന് 12 വയസ്സുള്ളപ്പോൾ പിതാവ് ലൂയി 8 രാജാവ് മരിച്ചു. അങ്ങനെ രാജഭരണം മകന് പൈതൃകമായി കൈവന്നു. പ്രായപൂർത്തിയാകാത്തതുമൂലം അമ്മ തന്നെ രാജഭരണം ഏറ്റെടുത്തു. ചെറിയ പ്രായം മുതൽ തന്നെ അമ്മ മകനെ കഥകൾ പറഞ്ഞുകൊടുത്ത് വളർത്തിയിരുന്നു. തന്റെ കഥകളിൽ ഏറെയും ഭക്തിയും നീതിയും നിറച്ച കഥകളായിരുന്നു. ഒരിക്കൽ അമ്മ മോനോട് പറഞ്ഞു, ഒരമ്മയ്ക്ക് കഴിവുള്ളിടത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നീ ഒരു ചാവുദോഷം ചെയ്ത് കാണുന്നതിനേക്കാൾ എന്റെ മുമ്പാകെ മരിച്ചു കിടക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തന്റെ 21 വയസ്സിൽ വിശുദ്ധൻ രാജഭരണം ഏറ്റെടുത്തു. ദൈവമഹത്വത്തിനായി പ്രയത്നിക്കണം എന്നതായിരുന്നു യുവരാജാവിന്റെ ജീവിതോദ്ദേശം. രാജഭരണ സംബന്ധമായ തിരക്കുകൾ തന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തെല്ലും ബാധിച്ചില്ല. പ്രതിദിന പ്രാർത്ഥനകൾ, കാനോന ജപം, ദിവസവും 2 കുർബാനയിലെങ്കിലും പങ്കെടുക്കുക എന്നതിലൊന്നും മുടക്കം വരുത്തിയില്ല. ഒരു രാജാവ് എന്ന നിലയിൽ വിശുദ്ധന് സകല സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാമായിരുന്നു. എങ്കിലും ദൈവസന്നിധിയിൽ തപശ്ചര്യയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിയ രാജാവ് പലപ്പോഴും ഉപവസിച്ചു. രാജോചിതമായ പട്ടുവസ്ത്രങ്ങൾക്കുള്ളിൽ പരുപരുത്ത രോമക്കുപ്പായം ധരിച്ചിരുന്നു. രാജ്യത്തുള്ള ദരിദ്രരെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ദരിദ്രരെ സമ്പന്നർ ദ്രോഹിക്കാതിരിക്കുവാനായുള്ള നിയമങ്ങൾ അദ്ദേഹം പ്രാബല്യത്തിൽ വരുത്തുകയുണ്ടായി. 1270 കുരിശുയുദ്ധത്തിന് പുറപ്പെട്ട വിശുദ്ധൻ ട്യൂണിസ് എന്ന സ്ഥലത്ത് വച്ച് തന്റെ 44 വയസ്സിൽ കഠിനമായ പനി ബാധിച്ച്